നമസ്കാരം, മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പാലക്കാട് ജില്ലയിലെ കല്ലുവഴി എന്ന ഗ്രാമത്തിലാണ് ഈ വീട്. വള്ളൂർ മനക്കാരുടെ ബാങ്ക് കെട്ടിടമായിരുന്നതിനാൽ ബാങ്ക് വീട് എന്നാണ് ഈ കെട്ടിടം അറിയപ്പെട്ടിരുന്നത്. പിന്നീട് ഈ വീട് ഒരു കളപ്പുരയായി ഉപയോഗിക്കപ്പെട്ടു. ഇപ്പോൾ ഇവിടെ അന്യസംസ്ഥാന തൊഴിലാളികളുടെ വാസസ്ഥലമാണ്. മലയാള സിനിമ കാണുന്ന ആരും ഈ വീട് അറിയാത്തവരായിട്ട് ഉണ്ടാവില്ല. ഈ വീടിൻ്റെ പടികടന്നു വന്നാണ് കൊച്ചുതൊമ്മൻ്റെ മകൻ റോയ്ക്ക് ഭാവന വളർത്താൻ സഹായിക്കുന്ന യന്ത്രം മിടുമിടുക്കിയായ ഭാവന എന്ന വിൽപ്പനക്കാരി വിറ്റത്. തൻ്റെ ആമിനയെ അന്വേഷിച്ച് തടിക്കച്ചവടക്കാരൻ്റെ വേഷത്തിൽ അബ്ദു തൻ്റെ ചങ്ങാതിയോടൊപ്പം വന്നത് ഈ വീട്ടിലേക്കാണ്. ജയറാം, തിലകൻ, സംയുക്ത വർമ്മ എന്നിവർ കേന്ദ്ര കഥാപാത്രമായി വരുന്ന വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ എന്ന സിനിമ ചിത്രീകരിച്ച വീട് ഇതാണ്. മോഹൻലാലിനെ കേന്ദ്ര കഥാപാത്രമാക്കി പ്രിയദർശൻ അണിയിച്ചൊരുക്കിയ കിളിച്ചുണ്ടൻ മാമ്പഴം എന്ന സിനിമയും ഇവിടെയാണ് ഷൂട്ട് ചെയ്തത്. എന്നാൽ ഇപ്പോൾ ഈ കെട്ടിടം നാശത്തിൻ്റെ വക്കിലാണ് എന്ന് നമുക്ക് പറയാം. അന്യ സംസ്ഥാന തൊഴിലാളികളുടെ ഒരു വാസസ്ഥലമാണ്. നമ്മളിവിടേക്ക് വരുമ്പോൾ പരിസരവാസികളോട് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ഇവിടേക്ക് പ്രവേശിക്കാൻ. ഇതിൻ്റെ പഴമയും ഗ്രഹാതുരതയും വളരെയധികം നല്ല ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ സമ്മാനിക്കുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ മരത്തിൻ്റെ പണികളും ഈ കാണുന്ന ജനാലയുടെ പഴയകാല ആ വർക്കുകളും ഇവിടെ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോഴുള്ള ആ കാഴ്ചകളും ഒക്കെ വളരെ മനോഹരം തന്നെയാണ്. ഈ പുരയിടത്തിന് ഒരു പറമ്പ് അപ്പുറമായിരുന്നു വള്ളൂർ മന സ്ഥിതി ചെയ്തിരുന്നത്. ആ സ്ഥലം ഇപ്പോൾ പാമ്പും മയിലും കീരിയുമെല്ലാം വിഹരിക്കുന്ന ഒരു വലിയ പറമ്പാണ്. ഈ മനയെക്കുറിച്ച് കേട്ടറിഞ്ഞ ഒരു കഥ കൂടി ഇവിടെ പറയാനുണ്ട്. മനക്കിലെ ഒരു അന്തേവാസി ഒരു നാഗത്തിൻ്റെ മാണിക്യം കൈക്കലാക്കാൻ ശ്രമിക്കുകയും മാണിക്യം കാണാതായ ദുഃഖത്തിൽ നാഗം മനക്കാരെ ശപിക്കുകയും മനയുടെ വാതിൽപ്പടിയിൽ തലതല്ലി മരിക്കുകയും ചെയ്തതിന് ശേഷമാണ് മനയുടെ നാശം ആരംഭിച്ചതെന്നാണ് ഒരു സമീപവാസി പറഞ്ഞത്. നടൻ രാമുവിൻ്റെ ഭാര്യയുടെ തറവാടാണ് ഈ കെട്ടിടത്തിന് തൊട്ട് അയൽപ്പക്കം. അവിടെ ആൾതാമസം ഇല്ല. അതും പഴയൊരു കൂറ്റൻ വീട്. ഈ ഒരു പഴയ കെട്ടിടവും ഇവിടുത്തെ കാഴ്ചകളും ഇതിനെപ്പറ്റിയുള്ള കഥകളും വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമാണ് എനിക്ക് നൽകിയത്. ഇതിൻ്റെ പഴയകാല ഗ്രഹാതുരത ഉണർത്തുന്ന കാഴ്ചകളും മരത്തിൻ്റെ കൊത്തുപണികളും ചുറ്റുപാടുമുള്ള പച്ചപ്പും അതുപോലെയുള്ള മറ്റ് മനോഹര കാഴ്ചകളും നവ്യമായ ഒരു അനുഭവം തന്നെയാണ് എനിക്ക് നൽകിയത്. പഴമയുടെ തനിമ നിലനിർത്തിക്കൊണ്ടുള്ള ഈ ഒരു കെട്ടിടം എനിക്ക് ഒരു മനോഹര ശില്പമായാണ് തോന്നിയത്. അതുപോലെ തന്നെ കിളിച്ചുണ്ടൻ മാമ്പഴം എന്ന സിനിമയിലെ പല രംഗങ്ങളും മനസ്സിലേക്ക് ഓടി വന്നു. ചില പാട്ട് സീനുകളും അതെല്ലാം പെട്ടെന്ന് മനസ്സിൽ മിന്നിമറഞ്ഞു. ഈ ഒരു കെട്ടിടവും ഇതിൻ്റെ മനോഹര കാഴ്ചകളും നമ്മെ ഒരു ബാല്യകാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നതായി എനിക്ക് തോന്നി. മനോഹരമായ ഈ പഴയ ഒരു കെട്ടിടം പഴയ കാലത്തിൻ്റെ ഗതകാല സ്മരണകൾ നമ്മുടെ മനസ്സിൽ ഉയർത്തുന്നു. വള്ളൂർ മനക്കാരുടെ ധനകാര്യ ഇടപാടുകൾ നടത്തുന്ന ബാങ്ക് കെട്ടിടമായും പിന്നീട് കളപ്പുരയായും മാറിയ ഈ മനോഹര കെട്ടിടം ഇനിയും പുതിയ പുതിയ സിനിമകളിൽ വരട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. യാത്രക്കിടയിൽ കണ്ട ഈ മനോഹരമായ ഷൂട്ടിംഗ് ലൊക്കേഷനും ഇവിടുത്തെ കാഴ്ചകളും
ഈ കെട്ടിടവും മലയാള തനിമയും അതുപോലെ തന്നെ മലയാളത്തിലെ കേരളത്തിൻ്റെ വാസ്തുവിദ്യയുടെ പ്രത്യേകതയും വിളിച്ചോതുന്ന ഈ കെട്ടിടവും കാണാനും അത് നിങ്ങളിലേക്ക് എത്തിക്കാനും കഴിഞ്ഞതിൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.